അത് കഴിഞ്ഞ് അവർ കാട്ടിനുള്ളിൽ നടക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിലാവിന്റെ വെളിച്ചമില്ലാത്തതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു. അവിടെ വേട്ടക്കാരൻ തന്റെ വലയിട്ടിട്ടുണ്ടായിരുന്നു. അബദ്ധത്തിൽ ലംബോയുടെ കാൽ അതിലകപ്പെട്ടു. അപ്പോൾ അവൻ രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു. ലംബോ അകപ്പെട്ടത് ചോട്ടു കണ്ടു. അവൻ ലംബോയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ലംബോ ആ വലയിൽ നന്നായി അകപ്പെട്ടിരുന്നു. അവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചോട്ടു, ഈ വലയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ നിന്റെ കയ്യിൽ സമയമില്ല. വേഗം പോയി ഏതെങ്കിലും മൃഗങ്ങളെ വിളിച്ചോണ്ട് വാ, അല്ലെങ്കിൽ വേട്ടക്കാരൻ വന്ന് നിന്നെയും എന്റെ കൂടെ കൊണ്ടുപോകും. ഇത് കേട്ട് ചോട്ടു പേടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട ലംബോ, ഞാൻ വേഗം ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. ഇങ്ങനെ പറഞ്ഞ് ചോട്ടു അവിടെ നിന്നും പോയി. എന്നിട്ട് സഹായം ചോദിക്കാനായി അവിടെയും ഇവിടെയും ഓടി. കുറച്ചു ദൂരം പോയപ്പോൾ അവൻ ആനയെ കണ്ടു. നോക്കൂ ആനെ, എന്റെ കൂട്ടുകാരൻ ലംബോ വേട്ടക്കാരന്റെ വലയിൽ അകപ്പെട്ടു. വേഗം എന്റെ കൂടെ വന്ന് അവനെ വലയിൽ നിന്നും രക്ഷിക്കൂ. നീ ഒന്ന് നിർത്തി ചോട്ടു. നീ ഒരുപാട് തവണ ഇതുപോലെ എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇത്തവണ കള്ളമല്ല പറയുന്നത്. എന്നെ ഒന്ന് വിശ്വസിക്ക്. എനിക്ക് നിന്നെ വിശ്വാസമേ ഇല്ല. ഞാനിത്തവണ മണ്ടനാകാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ആന അവിടെ നിന്നും പോയി.